ശ്രദ്ധിക്കുക, ഇന്ന് നമ്പർ വേൾഡിൽ സംഖ്യാലോകത്തിൽ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6 ഡിജിറ്റ് നമ്പർ അഥവാ 6 അക്ക സംഖ്യ വരെ അഥവാ ലക്ഷം വരെയുള്ള 1 ലാക്ക് വരെയുള്ള സംഖ്യകൾ വായിക്കാൻ പഠിച്ചു. 1 ലാക്ക് വരെയുള്ള. ഇനി 10 ലാക്ക് അഥവാ 10 ലക്ഷം, പിന്നെ ക്രോർ കോടി, 10 ക്രോർ 10 കോടി, 100 ക്രോർ 100 കോടി, ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ എങ്ങനെ വായിക്കും എന്നാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പം നമ്മൾ ഒരു സംഖ്യ ഇവിടെ ഇത് 7 ഡിജിറ്റ് നമ്പറാണ്, 7 അക്ക സംഖ്യ. ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. അപ്പം 1 10 100 1000 10,000 ലാക്ക് 10 ലാക്ക്. അപ്പം ഈ സംഖ്യ എങ്ങനെ വായിക്കും? അപ്പോൾ ലാക്കും 10 ലാക്കും ഇത് കൂട്ടിയിട്ട് വായിക്കുക. 12 ലാക്ക് 12 ലാക്ക് 12 ലാക്ക് 12 ലാക്ക് 12 ലക്ഷം. പിന്നെ വരുന്നത് ഇത് 1000 10,000 അപ്പം 34,000 34,000. ഇത് 100 ആണ്. 567 567 ഇങ്ങനെ ഇത് വായിക്കുന്നത്. അപ്പം 12 ലാക്ക് 34,567 അഥവാ 12,34,567. ഇനി അതേപോലെ ഒരു 8 ഡിജിറ്റ് നമ്പർ 8 ഡിജിറ്റ് നമ്പർ ആവുമ്പോൾ എങ്ങനെ വായിക്കും? ഇപ്പൊ നമ്മൾ ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 1 10 100 1000 10,000 ലാക്ക് 10 ലാക്ക് 1 ക്രോർ. അതുകൊണ്ട് ഫസ്റ്റ് 1 ക്രോറാ. പിന്നെ 23 ലാക്ക് 45,678. 1,45,45,678. ഇങ്ങനെയാണ് ഇത് വായിക്കുക. ഈ ഒരു 9 ഡിജിറ്റ് നോക്കുക. 1 10 100 1000 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ 10 ക്രോറാ 10 ക്രോർ. അപ്പൊ 10 ക്രോർ വരുമ്പോൾ ഇത് രണ്ടും ക്രോറാ, ക്രോർ രണ്ടും കോടിയാ. 12 കോടി 12 ക്രോർ. ഇനി ഇത് രണ്ടും ലാക്കാ, ലാക്ക് 10 ലാക്കും ലാക്കും അപ്പൊ 34 ലാക്ക്. ഇത് രണ്ടും 1000 1000 അപ്പൊ 56,000 56,000. ഇനി 789. ഈ ഒരു 10 ഡിജിറ്റ് ഉണ്ട് നോക്കുക. 1 10 100 1000 ലാക്ക് 10,000 ലാക്ക് 10 ലാക്ക് ക്രോർ 10 ക്രോർ 100 ക്രോറാണ്. ഇത് മൂന്നും ക്രോറാണ്. ഇത് ലാക്ക് ഇത് 1000. അപ്പം 123 ക്രോർ അഥവാ 123 കോടി 45 ലക്ഷത്തി 45 ലാക്ക് 67,890. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് വായിക്കുക. അഥവാ 123 കോടി 45 ലക്ഷത്തി 67,890. ഇതാണ് നമ്മൾ ഇത്. ഇംഗ്ലീഷ് മീഡിയക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പെല്ലിങ്ങുകളൊക്കെ പഠിക്കണം. 100ന്റെ സ്പെല്ലിങ്, അതുപോലെ 1000 അതുപോലെ പിന്നെ വരുന്നത് 10,000 ലാക്ക് ലാക്ക് LAKH ലാക്ക്. പിന്നെ ക്രോർ CRORE ക്രോർ. ഈ സ്പെല്ലിങ്ങുകളൊക്കെ കിട്ടണം ഇത് എഴുതുമ്പോൾ. ഈ സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കാൻ പാടില്ല. ഇത് കറക്റ്റ് ഈ പഠിച്ചതിന് ശേഷം, വായിക്കാൻ പഠിച്ചതിന് ശേഷം നിങ്ങളെ പാഠപുസ്തകത്തിലെ പിന്നെ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ, സണ്ണിൽ നിന്ന് പ്ലാനറ്റ്സിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം പേജ് നമ്പർ 10. ആ ഭാഗത്തിൽ പിന്നെ സൂര്യനിൽ നിന്നും 8 ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം
അതിൽ കൊടുത്തിട്ടുണ്ട്, ആ ചാർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം, വായിക്കാൻ നിങ്ങൾ പഠിക്കണം. അത് നോട്ട്ബുക്കിൽ ആ സംഖ്യകൾ മുഴുവൻ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് ഇങ്ങനെ ലെറ്റേഴ്സിൽ എഴുതണം, അക്ഷരത്തിൽ എഴുതണം. ഏതുപോലെ ഇതിപ്പോൾ 12,34,567. ഇതേപോലെ ആ ചാർട്ട് മുഴുവൻ, ആ നമ്പേഴ്സ് മുഴുവൻ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതിനെ അക്ഷരത്തിലേക്ക് നിങ്ങൾ എഴുതണം.